ഇതുപോലൊരു ഫോണ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഈ ഒരു ഫോണിന്റെ പുറകിൽ ഒരു കണ്ണാടി വരുന്നുണ്ട് ഗൈസ്. ഇവനെ കാണുമ്പോൾ ഒരു പിക്സൽ ഫോണിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് സാക്ഷാൽ റിയൽമിയുടെ 16 എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് 5G ഫോൺ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതുപോലെ നല്ല നല്ല ഡിസൈനുള്ള ഫോണുകൾ ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഡിസൈൻ അടിപൊളിയാന്ന് വെച്ചിട്ട് പ്രൈസിങ് പേടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 20,000 രൂപയുടെ താഴെ ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ അതിന്റെ ഫോട്ടോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് 2 ഓക്സിലറി ലെൻസുകളും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു 3 ക്യാമറ സെറ്റ് പോലെ തോന്നിക്കുക. ആ ഒരു ക്യാമറ മോഡിൽ കാണാൻ അടിപൊളിയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ അടുത്തിരിക്കുന്ന ആ ഒരു മിററാണ്. സംഗതി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷേ ഈ ഒരു മിറർ കാരണം നമുക്ക് ഭയങ്കര യൂസ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു റെഫറൻസ് കിട്ടാനായിട്ട് ഈ ഒരു മിറർ ഉപയോഗിക്കാൻ പറ്റും. സോ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും സെൽഫീസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് നമ്മുടെ Dimensity 6400 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. UFS 2.2 സപ്പോർട്ട് വരുന്നത്. LPDDR4X റാമിന്റെ സപ്പോർട്ടാണ് വരുന്നത്. സോ നിങ്ങളൊരു നോർമൽ യൂസിനുള്ള ഒരു അഫോർഡബിൾ ഫോൺ നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. 6.57 ഇഞ്ച് സൈസുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ അടിപൊളി ഡിസ്പ്ലേ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ കിഡ്ലൻ ബാക്കപ്പ് ആണ് കിട്ടുന്നത്. 7000 mAh ബാറ്ററിയാണ് വരുന്നത്. അതിന്റെ കൂടെ നമുക്ക് 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ മൈക്രോ SD കാർഡ് ഉള്ള സ്ലോട്ട് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. പിന്നെ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള റിയർ സൈഡിൽ ചെറിയ മിറർ ഒക്കെ ഉള്ള ഒരു അടിപൊളി അഫോർഡബിൾ ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് കിഡ്ലൻ ഗാഡ്ജറ്റുകളിലൊക്കെ വീഡിയോ ആദ്യം കൊണ്ടുവരാറുള്ള ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കിഡിലെ വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ജിനോ ടെക് വ്ലോഗ്സ്.